ഹലോ അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. അൽഹംദുലില്ലാ ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. തുടർന്ന് ഞങ്ങോട്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ഉരുളക്കിഴങ്ങും തൈരും വെച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങും തൈരൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു കറിയാണ് കേട്ടോ. കറി എന്ന് പറഞ്ഞാൽ ചെറിയൊരു സൈഡ് ഡിഷാണ് കേട്ടോ. അത് നമ്മൾ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 2 വിസിൽ വരുന്നവരൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് എയറൊക്കെ കളഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ കേട്ടോ അതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്കൊന്ന് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്പൂണോ അല്ലെങ്കിൽ തവിയോ വെച്ചിട്ട് നന്നായി ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഈ ഉടച്ചെടുത്ത് ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ എടുത്തിട്ടൊന്ന് പൊട്ടിക്കുക. ഉലുവ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് കൂടെ തന്നെ എരിവിന് ആവശ്യമായ പച്ചമുളക് നടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 4 പച്ചമുളക് ഇട്ട് കൊടുക്കണം. നമ്മൾ വേറെ മസാലകളോ മുളക് പൊടി ഒന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് തീരെ പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അധികം പുളി പാടില്ല കേട്ടോ. പുളിയില്ലാത്ത തൈരാണ് ഇതിലേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇതുപോലെ ഒന്ന് ഉരുളക്കിഴങ്ങും തൈരും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നോക്കുമ്പോൾ ഉരുളക്കിഴങ്ങിൽ മാത്രമല്ലേ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങും തൈരും വെച്ചുണ്ടാക്കുന്ന സിമ്പിളായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.